അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നടക്കുന്നതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് എല്ലാവർക്കും വേണം. നാം ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ജനാധിപത്യ രാജ്യം എന്ന് മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അതാണ് ഈ ഗവൺമെന്റിന്റെ എല്ലാ സെക്ടേഴ്സും, ഇപ്പൊ യൂണിവേഴ്സിറ്റി എടുത്താലും പഞ്ചായത്ത് എടുത്താലും മുനിസിപ്പാലിറ്റി എടുത്താലും എല്ലാം ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ഓട്ടോണമസ് ബോഡിയാണ് നമ്മുടേത്. എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റിനാണ് യഥാർത്ഥത്തിൽ പരമ അധികാരമുള്ളത്. സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ മറികടക്കാനുള്ള ഒരു ശ്രമം യഥാർത്ഥത്തിൽ ജനാധിപത്യ വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു മതപരമായ കാര്യത്തിലുള്ള ഒരു സംഘടനയ്ക്ക് അവിടെ ഒരു യോഗം ചേരാൻ അവസരം കൊടുക്കുക. അവസരം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ് എന്ന് നിയമപരമായി മനസ്സിലാക്കിയ രജിസ്ട്രാർ അതിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണ്. അവരുടെ അപേക്ഷ നിരസിക്കുകയാണ്. ഉടനെ VC വൈസ് ചാൻസലർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ്. വൈസ് ചാൻസലർക്ക് സസ്പെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രജിസ്ട്രാർ ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി യൂണിവേഴ്സിറ്റിയുടെ വിശദാംശങ്ങൾ നിങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റ് കൂടുന്നത്. എന്നാ പിന്നെ VCക്ക് ഡയറക്ടർ വിശദാംശം കൊടുത്താൽ പോരായിരുന്നോ? അത് കൊടുത്തില്ലല്ലോ. സിൻഡിക്കേറ്റ് കൂടിയ വിശദാംശമായിരുന്നു കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി നിയമപരമായി സിൻഡിക്കേറ്റ് കൂടിയപ്പോൾ VC എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് സിൻഡിക്കേറ്റ് കണ്ടെത്തുകയും സിൻഡിക്കേറ്റ് ഈ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റാണ് എന്ന് പറഞ്ഞ് ഇപ്പം തീരുമാനം എടുക്കുകയും ചെയ്തു. അവിടെയൊക്കെ നാടകീയ രംഗങ്ങളാണ് കാണുന്നത്. ഇപ്പൊ നാടകീയ രംഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്നിപ്പം വളരെ തമാശ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. കാരണം VC ഒരു കത്ത് മിക്കവാറും സ്വന്തം അഡ്വക്കേറ്റിനെ വെച്ച് അവിടെ കൊടുക്കുകയും സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിലപാട് അറിയിക്കുകയും ചെയ്യുമ്പോൾ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്തതായിട്ടും സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നും സസ്പെൻഡ് ചെയ്തു എന്നും രണ്ട് ലെറ്ററുകളാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ നിന്ന് വരാൻ സാധ്യത. ഹൈക്കോടതി ഉചിതമായ തീരുമാനം എടുക്കൂ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സിൻഡിക്കേറ്റിന്റെ പരമ അധികാരത്തിൽപ്പെട്ടൊന്നാണ് രജിസ്ട്രാർ, അതിന്റെ അണ്ടറിലാണ് വരുന്നത്. VCക്ക് യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിന് ഈ സമയത്തൊന്നും ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യമല്ലാത്ത ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊന്നും ഒരിക്കലും രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.